Watch India's largest kids library only on Jio Hotstar. Download the app now. നീ ഇത് എന്താ ചെയ്യുന്ന മോട്ടു? കുറച്ചു നേരം ഡാൻസ് കളിക്കാന്ന് കരുതി. ടുംക ടുംക, എത്ര മനോഹരമായ മ്യൂസിക് ആണ്, കേട്ടില്ലേ? അതേ നിക്ക് മോട്ടു, നിക്ക്. അവിടെ പോയി അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കല്യാണത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കല്ലേ. നീയും വന്ന് ഡാൻസ് കളിക്ക, നൃത്തം ചെയ്യേ. അങ്ങനെ തന്നെ ഇവര് രണ്ടുപേരും നമ്മുടെ ആൾക്കാരല്ല, ഈ കൂട്ടത്തിൽ വന്നവരുമല്ല. ഇവര് ചിലപ്പോ ഫോൺ വിളിച്ച് ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യുന്നു പറഞ്ഞ കൂട്ടത്തിലുള്ളവര് വല്ലവരായിരിക്കോ? എന്റെ സംശയം ശരിയാ. ഞാൻ ആരെയൊക്കെ വിളിച്ചതെന്ന് എനിക്കറിയാം. ഇവന്മാരെ രണ്ടുപേരും ഞാൻ വിളിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരോട് ഡാൻസ് ചെയ്യുന്ന ഇടയ്ക്ക് ചെക്കനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിടിക്കാവന്മാരെ എല്ലാരും ഒന്ന് നിർത്തിക്കേ. ഓഹോ, അപ്പൊ നിങ്ങളാണ് ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നവരല്ലേ? എന്താ ഇവരാണോ കിഡ്നാപ്പേഴ്സ്? അതെ അതെ, ഇവരാണ് ആ ഗുണ്ടകൾ. മണവാളം ചക്കരെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ വെറുതെ വിടില്ല. നിക്ക്, എങ്ങോട്ടാ പോകുന്നത്? നിക്കാനാ പറഞ്ഞത്, ഓടല്ലേ? ചേട്ടാ, ഇപ്പൊ ഞങ്ങൾ രക്ഷപ്പെട്ടോണ്ടിരിക്കുക. തിരിച്ചു വന്നിട്ട് എല്ലാം നിങ്ങളോട് പറയാം. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. ഓടി ഓടി ഞങ്ങൾ തളർന്നു പോയി. ആഹാ, എന്ത് പറ്റി മോട്ടു പത്തലു? എന്താ ഇങ്ങനെ കഥക്കുന്നേ? എന്താന്നറിയില്ല ചായക്കട ചേട്ടാ, ജനങ്ങൾക്കൊക്കെ ഭയങ്കര ദേഷ്യോ. ഡാൻസ് കളിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എല്ലാവരും ഞങ്ങൾ തല്ലാൻ വരിക. ഞങ്ങൾ കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാന്ന് പറഞ്ഞ്. ആഹാ, അപ്പൊ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ പോയതാണോ മണവാളനെ? അത് ശരി. അപ്പൊ ഈ ജോലി എന്ന് മുതലാണ് നിങ്ങൾ തുടങ്ങിയത്? എന്റെ ചായക്കട ചേട്ടാ, നിങ്ങൾ തമാശ ഒന്നും നിർത്ത്. തമാശ പറയല്ലേ. 4 പേരുടെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ വരുന്ന ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നിങ്ങളുടെ മേത്ത് കാണിക്കും. അതേ മോട്ടു, നോക്ക്, അതാ അവരൊക്കെ വന്നു. നോക്ക്, അവര് നമ്മളെ അടിക്കാൻ പോവാ. ഓ, ഇവിടെ ഇരിക്കുന്നു ആ 2 കിഡ്നാപ്പേഴ്സ്. പിടിക്കവന്മാരെ, വിടാൻ പാടില്ല. പിടിക്കവന്മാരെ, ഇനി അവർ ഓടി രക്ഷപ്പെടാൻ പാടില്ല. ആദ്യം ഞാൻ അവർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കട്ടെ, എന്നിട്ടേ മറ്റുള്ളവരെ അനുവദിക്കുള്ളൂ. മനസ്സിലായോ? പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. അതേ ബോക്സർ, നീ എന്താ കാണിക്കാൻ പോകുന്നത്? അതെ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? നിനക്ക് എത്ര ശക്തിയുണ്ട്? നീ വെറുതെ പേരിനൊരു ബോക്സർ മാത്രമാണ്. നിന്നെ കൊണ്ട് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പറ്റുമെങ്കിൽ ഞങ്ങളുടെ മേലൊന്ന് കൈവച്ച് കാണിക്ക്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണോ? എനിക്ക് എത്ര ധൈര്യമാണെന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാ പഠിച്ചോ. 50 പേരുടെ തല്ലേന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ഇപ്പൊ നിങ്ങളുടെ തല്ലല്ലേ കൊണ്ടുള്ളൂ. താങ്ക് യു. അതെ, ഇവനും അവരുടെ ആൾക്കാരാണ്. കണ്ടില്ലേ, ഒരു ടെക്നിക് ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തി കളഞ്ഞത്. അവര് പോവാൻ നേരത്തെ താങ്ക്സും പറഞ്ഞിട്ട് പോയി. ഇവരെ വെറുതെ വിടരുത്. വല്ലപ്പോഴും എൻട്രൻസിലൂടെ കയറി അകത്തേക്ക് വന്നോടെ. എപ്പൊ നോക്കിയാലും സീലിംഗ് പൊളിച്ച് അകത്തേക്ക് വരരുത്. എത്ര തവണ ഞാൻ ആ സീലിംഗ് നേരെയാക്കണം? ഇതിനൊക്കെ എന്തുമാത്രം കാശ് ചെലവാണെന്ന് അറിയോ? സോറി സോറി ചിങ്ങം സാറ്, വെരി സോറി. സത്യത്തിൽ ഞങ്ങൾ ചെയ്തത് ഒരു കല്യാണത്തിൽ പോയി ഡാൻസ് കളിച്ചതായിരുന്നു. ബബിൾഗം സാറിന്റെ ഫോൺ വരുന്നുണ്ട്. കമ്മീഷണറാണ് അദ്ദേഹം. ആ ചിങ്കം 2 കിഡ്നാപ്പേഴ്സ് മണവാളനെ കിഡ്നാപ്പ് ചെയ്യുന്ന ഭീഷണി മുടക്കിയിട്ടുണ്ട്. അവന്മാരെ നമുക്ക് പിടിക്കണം. അവരുടെ അടയാളം ഒന്ന് നോട്ട് ചെയ്തോ. ഓക്കെ 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 യെസ്, 2 ആപത്തായ കിഡ്നാപ്പേഴ്സ്. ഓക്കെ 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 അച്ഛാ, ഐ മീൻ കമ്മീഷണർ. അവരുടെ ഡീറ്റെയിൽസ് ഞാനിതാ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് യുവർ അച്ഛൻ, ഐ ആം കമ്മീഷണർ. ഡ്യൂട്ടിയിൽ സംസാരിക്കുമ്പോ സാറിന്ന് വിളിക്കണം. ഓക്കെ 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 സോറി സാർ, എനിക്കൊരു അബദ്ധം പറ്റിയത് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ആ ആപത്തായ കിഡ്നാപ്പേഴ്സിനെ എന്ത് വന്നാലും പിടിച്ചോളാം. പക്ക. ചിങ്കം സാർ,
ഒരു കല്യാണ ഗ്രൂപ്പ് വരുന്നുണ്ടായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നം ഞാൻ പിന്നെ നോക്കിക്കോളാം. ഇവിടെ അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം ഇപ്പൊ വന്നിട്ടുണ്ട്. 2 ആപത്തായ കിഡ്നാപ്പേഴ്സ് കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അവന്മാരെ പിടിക്കണം. ഇതാ കണ്ടോ? എന്റെ അമ്മോ, കമ്മീഷണർ സാർ നിങ്ങൾ 2 കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ 2 കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ബോട്ട് പത്ലു, ഒരു പോലീസുകാരന്റെ കൂട്ടുകാരായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? നിങ്ങൾ കിഡ്നാപ്പേഴ്സ് ആണെന്നോ? ചിങ്കം സാറെ വിശ്വസിക്കൂ, ഞങ്ങള് വിശ്വസിക്കൂ. ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യോ? ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ. ഓക്കെ, ഞാൻ ആലോചിക്കാം. മോട്ടു പത്ലു, നിയമം നിങ്ങൾക്ക് എതിരാണ്. നിയമത്തിന് ആവശ്യം തെളിവാണ്, അറിയോ? നിങ്ങൾ 2 പേരും കുറ്റക്കാരാണെന്ന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിലിലേക്ക് പോകേണ്ടി വരും. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. മോട്ടുപത്തിൽ ഇവിടെ ഉണ്ടോ? നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. പത്ലു, നേരത്തെ ഐഡിയ എടുക്കാം. അതെ ബോക്സർ ചേട്ടാ, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെ പിടിക്കാനോ ഓടാൻ സമ്മതിക്കാനോ ഒന്നും പറ്റില്ല. ഈ പ്രാവശ്യം പറ്റുമെങ്കിൽ ഞങ്ങളെ പിന്നെ ഇവിടുന്ന് പറത്തി നോക്ക്. ഞങ്ങളുടെ കൂടെ സിംഗം സാറുണ്ട്. ചെയ്ത് കാണിക്കേ. അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾക്ക് അത്രയും ധൈര്യമുണ്ടോ? അപ്പൊ ഇന്നാ പിടിച്ചോളൂ. Thank you, ബോക്സർ ചേട്ടാ. എന്റെ അമ്മോ, എന്ത് പണിയാ കാണിച്ചത് ബോക്സർ ഏട്ടാ? അവര് 2 പേരും കിഡ്നാപ്പേഴ്സ് ആണ്. അവരെ താൻ രക്ഷപ്പെടുത്തിയല്ലോ. മോട്ടുപത്ലു കിഡ്നാപ്പേഴ്സ് ആയി മാറിയോ? അതെ 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 അതെ, അവര് കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മള് വേഷം മാറി അങ്ങോട്ട് പോകാം. കമോൺ, ക്വിക്ക്. അതെ സാറേ, അവർ 2 പേരും നമുക്ക് പിടിക്കാം. വരൂ. ഡോക്ടർ ജഡ്ക, കാർ ഇങ്ങോട്ടേക്ക് തിരിക്കൂ. ചങ്കേന്റെ ബ്രോ, നിങ്ങൾ എന്താ മനുഷ്യന്മാരെ പോലെ വണ്ടിയിൽ കയറാത്തത്? മേലെന്ന് വന്ന് വീഴാണല്ലോ. വലിയേട്ടാ, ഞങ്ങള് മേളിലേക്ക് വന്നിട്ട് 2 കിഡ്നാപ്പറിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. കല്യാണ ചെറുക്കനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നവരാത്രേ. ഞങ്ങള് മേളിൽ വന്ന് അവരെ നല്ലപോലെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ്. ദേ അങ്ങോട്ട് നോക്കൂ, അവരാണ് ആ കിഡ്നാപ്പർ. എടാ കിഡ്നാപ്പേഴ്സ്, ഇപ്പൊ കാണിച്ചരാവടാ. നിങ്ങൾ കാരണം ഞങ്ങൾ ഒരുപാട് തല്ല് മേടിച്ചു. എന്റെ അമ്മ, മോട്ടിന് നമ്മളെ മനസ്സിലായിട്ടില്ല. ബോക്സർ ഏട്ടാ, നമുക്ക് വേഷം പോരാ. എന്റെ അമ്മ, ഞങ്ങൾ ശരിക്കും കൊടുത്തു. കിഡ്നാപ്പേഴ്സിന് കിട്ടി. എന്റെ അമ്മ. ദേ അവരാണ് ആ കിഡ്നാപ്പേഴ്സ്. അവരെ ചെന്ന് പിടിക്കേ. നിങ്ങൾ 2 എന്നെ തല്ലി. ഇൻസ്പെക്ടർ ചിങ്കത്തിനെ നിങ്ങൾ തല്ലിയല്ലേ? അതെ ചിങ്കം സാറേ, ഞങ്ങൾ നിങ്ങളെ തല്ലിയിട്ടില്ല. ഇവിടെ കിഡ്നാപ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ മാറി നിക്ക്. ആ 2 കിഡ്നാപ്പേഴ്സിനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ അമ്മ മോട്ടോ, ഞങ്ങൾ 2 പേരുമാണ് വേഷം മാറി. ചിങ്കം സാർ, നിങ്ങൾ കിഡ്നാപ്പറായി മാറി ആ കല്യാണ ചെറുക്കനെ കടത്തിക്കൊണ്ടുപോകാൻ പോവാണോ? ഇല്ല മോട്ടു പത്ലു, ഞങ്ങള് നിങ്ങളെ പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്, അല്ലാതെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി അല്ല. ഇനിയിപ്പോ നിങ്ങൾ കിഡ്നാപ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ മോട്ടു. ആ 2 കിഡ്നാപ്പേഴ്സും ജോണിന്റെ കൂടെ നമ്പർ 1 നമ്പർ 2 അല്ലാത്ത വേറെ ആരും ആവാൻ സാധ്യതയില്ല. വരൂ. നിങ്ങൾ 2 പേര് പോയി കല്യാണ ചെറുക്കനെ അടിച്ച് ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോവാ. നിനക്കിനി എങ്ങോട്ട് പോകേണ്ട ആവശ്യം വരില്ല. കല്യാണ ചെറുക്കൻ നേരെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. എന്താ പറയുന്നത്? പിന്നെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? പറ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? മോട്ടു വേദനിക്കുന്നുണ്ട്. എന്റെ വീട്ടേക്ക് വേണ്ട മോട്ടു. ജോണിന്റെ കൊതി ഞാൻ തീർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ 2 പേരുടെയും കൊതി ഞാൻ തീർത്ത് തരാം. വേഗം റെഡി ആയിക്കോ. അറിയാതൊരു തെറ്റുപറ്റി പോയതാണ് മോട്ടുപത്ലു. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങളോട് നിങ്ങൾ ദയവേത് ക്ഷമിക്കണം പ്ലീസ്. സംഭവിച്ചെങ്കിൽ എന്താ? വരൂ, വന്ന് ക്ഷമ ചോദിക്കൂ. ചിങ്കം സാറേ, ഇവരാണ് കിഡ്നാപ്പേഴ്സ്. അതെ, ഇവന്മാരാണ്. ഞങ്ങളെ അല്ല, ഇവരെയാണ് നിങ്ങൾ തല്ലേണ്ടത്. മീശ എടുത്ത് മാറ്റാനാ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഇത്രയും ചെറിയ മനുഷ്യരാണോ ഭീഷണി മുഴക്കിയത്?
ഇവൻ കാണാനാണ് ചെറുത്, പക്ഷെ ഇവൻ ചെയ്യുന്ന ജോലിയൊക്കെ വളരെ വലുതാണ്. മഹാ തെണ്ടി പരിശയാണ് ഇവൻ. ഞാൻ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എല്ലാരും പോവൂ. നല്ല സന്തോഷത്തോടെ നടക്കേണ്ട കല്യാണം ഇവന്മാരെ നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്ക്. മോട്ടു പത്ലു, എന്നെ നിങ്ങൾ ഒന്നും ശരിക്കും ചെയ്യാൻ വിടുന്നില്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.